മഹാദുരന്തമായി മാറിയ ലോസ് ആഞ്ചൽസിലെ കാട്ടുതീയിൽ മരിച്ചവരുടെ എണ്ണം 24ആയി വർദ്ധിച്ചിരിക്കുകയാണ്. ലോസ് ആഞ്ചൽസിൽ 7ഓളം തീപിടുത്തങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മരിച്ചവരിൽ 10 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ടെന്നാണ് അധികൃതർ വെളിപ്പെടുത്തുന്നത്. തിങ്കളാഴ്ച മുതൽ കാറ്റ് ശക്തമാകുമെന്നതിനാൽ കാട്ടുതീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുമെന്നാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന മുന്നറിയിപ്പ്. ഏകദേശം 1,50,000 ആളുകൾ പലായനം ചെയ്യാനുള്ള ഉത്തരവ് ലഭിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 700-ലധികം പേർ 9 ഷെൽട്ടറുകളിലായി അഭയം പ്രാപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാലിഫോർണിയ കൂടാതെ മറ്റ് 9 അമേരിക്കൻ സംസ്ഥാനങ്ങളിലെ അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയുണ്ടായി. 1300-ലധികം ഫയർ എഞ്ചിനുകളും 84 വിമാനങ്ങളും അതുപോലെ 14,000-ലധികം ഉദ്യോഗസ്ഥരും തീയണയ്ക്കാനുള്ള കഠിനമായ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോഴും. ശക്തമായ കാറ്റ് വീശിയതാണ് തീ വേഗത്തിൽ പടരുന്നതിനും വലിയ ദുരന്തമായി മാറുന്നതിനും വഴിതെളിച്ച പ്രധാന ഘടകം. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ അസാധാരണമായി പടർന്നു പിടിച്ച കാട്ടുതീ ദിവസങ്ങൾ പിന്നിട്ടും അണയ്ക്കാനാവാതെ പ്രതിസന്ധിയിലാണ് അമേരിക്ക. ഇതിനിടെ കാറ്റുകൂടി മേഖലയിൽ ശക്തമായതിനാൽ തീ ടൊർണാഡോയ്ക്ക് സമാനമായ കാഴ്ചയാണ് മേഖലയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. ഇതിനോടകം തന്നെ 12,000 കെട്ടിടങ്ങളാണ് തീ ചാമ്പലാക്കിയത്. കാട്ടുതീയിൽ 24 പേരോളം മരിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തീ അണയ്ക്കാനായി ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി. 34,000 ഏക്കറിലധികം സ്ഥലമാണ് പ്രധാനമായും കത്തി നശിച്ചത്. കനത്ത കാറ്റിൽ തീ ടൊർണാഡോ പോലെ ഉയർന്നു പോകുന്ന വീഡിയോയുമാണിപ്പോൾ വൈറലായത്. ചൂട് പിടിച്ച കാറ്റിൽ അഗ്നി പടർന്ന് പൊന്തുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണുവാൻ കഴിയും. 13ഓളം പേരെ ഇനിയും മേഖലയിൽ കാണാതായിട്ടുണ്ടെന്നാണ് സൂചനകൾ. കെടാവർ നായകളെ ഉപയോഗിച്ചായിരുന്നു ചാരക്കൂനിൽ പ്രധാനമായും തിരച്ചിലുകൾ പുരോഗമിക്കുന്നത്. ചില മേഖലയിൽ വീശിയടിച്ച കാറ്റിനൊപ്പം മണിക്കൂറിൽ 100 മൈൽ വേഗതയിലാണ് തീ ആളിപ്പടർന്നു പിടിക്കുന്നത്. തീ നിയന്ത്രിക്കാനാവാതെ വന്നതിന് പിന്നാലെ 1,53,000 പേരെയാണ് നിർബന്ധിതമായി മേഖലയിൽ നിന്ന് മാറ്റിയതും. 1,66,000 പേർക്ക് ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 7-നായിരുന്നു കാട്ടുതീ ലോസ് ആഞ്ചൽസിൽ പടർന്നു പിടിച്ചത്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാശം വിതച്ചാണ് ലോസ് ആഞ്ചൽസ് കാട്ടുതീ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച മേഖലയിൽ കൊള്ളയടി തുടരുന്നത് പോലീസിന് വലിയ പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ അഗ്നിശമന സേന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ്ടും ശക്തമായ കാറ്റ് വീശുന്നതോടെ ഈ ആഴ്ച കാലാവസ്ഥ അപകടകരമായ രീതിയിലാകുമെന്നാണ് നിരീക്ഷകർ പ്രധാനമായും വിലയിരുത്തുന്നത്. ബുധനാഴ്ച വരെ കനത്ത തീപിടുത്ത സാധ്യതയുണ്ടെന്നാണ് നാഷണൽ വെതർ സർവീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മണിക്കൂറിൽ 50 മൈൽ അതായത് 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനാണ് സാധ്യതയുള്ളത്. പർവ്വതങ്ങളിൽ ഇത് മണിക്കൂറിൽ 70 മൈൽ അതായത് 113 കിലോമീറ്റർ വേഗത വരെയായിരിക്കും നിലനിൽക്കുക. വീണ്ടും വീശിയടിക്കുന്ന കാറ്റിൽ പടരുന്ന തീ അണയ്ക്കാൻ അഗ്നിശമന സേന കൂടുതൽ മുൻകരുതലുകൾ കൈക്കൊള്ളുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 70 വാട്ടർ ട്രാക്കുകൾ എത്തിയതായി ലോസ് ആഞ്ചൽസ് കൗണ്ടി ഫയർ ചീഫ് ആന്റണി സി മാറോൺ വെളിപ്പെടുത്തുകയും ചെയ്തു.